ഇന്ന് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ അടയാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഒരു സവാള, ടൊമാറ്റോ ഒരെണ്ണം കുഞ്ഞതായിട്ട് അരിഞ്ഞത്, പച്ചമുളകും വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഒരു 6 എണ്ണം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂണ്, 2 തണ്ട് കറിവേപ്പില, ഉപ്പ്, ചെമ്മീൻ കുഞ്ഞതായിട്ട് അരിഞ്ഞത് ഒരു 250 ഗ്രാംസ് ചെമ്മീൻ. പിന്നെ അതിന് മസാലാസ് നമുക്ക് ഉലുവ വേണം, ജീരകപ്പൊടി 1/2 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്. പിന്നെ ഇത് വറുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ വേണം. പിന്നെ മൈദ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് മൈദ നമുക്ക് പാലിലോ വെള്ളത്തിലോ കുഴച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിനകത്ത് ചെമ്മീനാണ് ഫില്ലിങ്സ് യൂസ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ചിക്കൻ വേണമെങ്കിൽ ചിക്കനും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കേ ഈ ചെമ്മീനയുടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതും ഒരു പെർഫെക്റ്റ് മലബാറി ഡിഷാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്കായിട്ട് അറിയിച്ചാൽ നന്നായിരുന്നു. ചെമ്മീൻ അടയുടെ ഫില്ലിങ്സ് ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഉലുവ ഇട്ട് പൊട്ടിക്കണം. ഉലുവ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. അതിനകത്തോട്ട് നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞ സവോളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യാം. ഇനി ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഒരു ലൈറ്റായിട്ടൊന്ന് മൂപ്പിച്ചാൽ മതി. ഇപ്പോൾ സവോളയും പച്ചമുളകും ഒക്കെ ഒന്ന് ചെറുതായിട്ട് മാടി വന്നിട്ടുണ്ട്. അതിനകത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തു. പിന്നെ അതൊന്ന് വഴന്ന് വരുന്ന കൂട്ടത്തിൽ തന്നെ നമുക്ക് തക്കാളിയും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇതൊന്നും അധികം മൂക്കണ്ട. നമ്മളിനി ബാക്കി അതിനകത്ത് അടയൊക്കെ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് ഇത് വരും. അതുകൊണ്ട് ഒത്തിരി ഒന്ന് നമ്മുടെ കറികളൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഗ്രേവി ഉണ്ടാക്കുന്ന പോലെ അത്രയും മൂപ്പിക്കണ്ട. ജസ്റ്റ് ഒന്ന് പച്ചച്ചവ മാറി കിട്ടിയാൽ മാത്രം മതി. മസാലപ്പൊടികൾ ഒന്നൊന്നായിട്ട് നമുക്ക് ആഡ് ചെയ്യാം. അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി. ഇത്രയും മസാലാസ് നമുക്ക് ആഡ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കാം. മുളക് പൊടി കുറച്ച് മതി. ഇതൊക്കെ എരിവിന് ആവശ്യത്തിനുള്ളത് മതി. പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഈ മസാലയൊന്ന് നന്നായിട്ട് മൂത്ത് വരട്ടെ. നമ്മുടെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് കുഞ്ഞതായിട്ട് അരിഞ്ഞ ചെമ്മീനും അധികം വേവൊന്നുമില്ല. നമുക്ക് ചെമ്മീൻ ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മസാല കിടന്ന് ഒന്ന് പൊടിഞ്ഞ് ഫ്രൈ ആയിട്ട് വരട്ടെ. ഇതേ ഇപ്പോൾ ചെമ്മീൻ ഒരുമാതിരി കുക്കായി വന്നിട്ടുണ്ട്. അധികം ഒന്നും കുക്കാക്കണ്ട. പിന്നെ അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചെമ്മീൻ അടയുടെ ചെമ്മീൻ സ്റ്റഫിങ്സും റെഡി ആയിട്ടുണ്ട്. കറിവേപ്പിലയും ഒക്കെ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ പുറത്ത് ഇതുണ്ടാക്കിയിട്ട് സ്റ്റഫ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ചെമ്മീൻ വടയ്ക്ക് നമ്മൾ ഒരു ബൗളിൽ മൈദ ഇട്ടു, ഉപ്പിട്ടു, എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചതിനെ എടുക്കണം. കുറച്ച് വെള്ളവും ഒക്കെ ആഡ് ചെയ്തിട്ട് സാധാ വെള്ളം മതി. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ പോലെ ഇത് ഉണ്ടാക്കി എടുക്കുക. ഇതാ ചെമ്മീൻ വടയ്ക്ക് നമ്മളിങ്ങനെ നേരത്തെ കുഴച്ച് വെച്ച മൈദ നല്ല വലിയൊരു റൗണ്ട് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ റൗണ്ട്സ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് വേണം അതിനകത്ത് സ്റ്റഫ് ചെയ്തിട്ട് നമുക്കതിനെ ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട്. ചെമ്മീൻ വടയ്ക്ക് അതിനകത്ത് സ്റ്റഫിങ്സ് വെച്ചു. ചെറുതായിട്ട് മുറിച്ച് നമ്മുടെ ആ ബാറ്റർ മൈദയുടെ അത് നടുക്കായിട്ട് ഇങ്ങനെ വെച്ചിട്ട് അതിനെ ഒരു അടയുടെ ഷേപ്പിൽ എടുക്കാം. 2 സൈഡും ഒന്ന് പരത്തുക. ഇങ്ങനെ ഓരോരോ വട ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനെ യോജിപ്പിക്കണം. അത് എണ്ണയൊന്നും അകത്ത് കയറാത്ത വിധത്തിൽ ടൈറ്റായിട്ട്. എന്നിട്ട് അതിനെ ഇങ്ങനെ ചെറുതായിട്ട് മടക്കി മടക്കി കൊടുക്കണം. പൊട്ടും അകത്തോട്ട് എണ്ണ കയറത്തില്ല. ഉണ്ടോ? അങ്ങനെ ഇപ്പോൾ ഒരു ചെമ്മീൻ വട റെഡി ആയിട്ടുണ്ട്.
ഇനി അടുത്തതും ഇതുപോലെ തന്നെ നടുക്ക് കുറച്ച് ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. എന്നാൽ സെമി സർക്കിളായിട്ട് മുറിക്കുക, എന്നിട്ട് മടക്കുക, എന്നിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പിന്നുന്ന പോലെ ആ അറ്റം ഒന്ന് മടക്കി കൊടുത്താൽ മതി. മൈദ തന്നെ കൊണ്ട് തന്നെ ഒന്ന് പതുക്കെ ഒന്ന് വലിച്ചിട്ട് മടക്കി കൊടുത്താൽ മതി. അത് ഞാൻ ക്ലോസപ്പിൽ കാണിച്ചു തരാം. അപ്പോൾ ഒട്ടും അകത്ത് എണ്ണ കയറാത്ത വിധത്തിൽ നല്ല ടൈറ്റായിട്ട് സീലായിട്ട് ഇരുന്നോളും. ഇങ്ങനെ ഓരോ ചെമ്മീൻ വട റെഡിയാക്കുക. അത് കഴിഞ്ഞിട്ട് അത് ഓയിലിൽ വറുത്തെടുക്കുന്നതും കൂടെ കാണിച്ചു തരാം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള അകത്ത് നല്ല ജ്യൂസി ആയിട്ടുള്ള ചെമ്മീൻ വട റെഡിയാണ്. നമ്മുടെ ചെമ്മീൻ അട റെഡിയായിട്ടുണ്ട്. എല്ലാം അതുപോലെ നന്നായിട്ട് ഫില്ല് ചെയ്ത് അതിൻ്റെ സൈഡൊക്കെ പിന്നി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ വറുത്തെടുക്കാം ചെമ്മീൻ അട. അപ്പം ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ഈ സ്റ്റഫ് ചെയ്ത് വെച്ച ചെമ്മീൻ അട ഇട്ട് കൊടുക്കാം. ഒരു 4 എണ്ണം ഇട്ട് കൊടുത്ത് നോക്കാം. ഒരെണ്ണം കൂടെ ഇടാം. പിന്നെ നല്ല മൊരിച്ച് നമുക്കതിനെ ഫ്രൈ ചെയ്ത് മാറ്റാം. ഇതാ എണ്ണയിൽ മൊരിഞ്ഞ് വരുന്ന ചെമ്മീൻ അട റെഡിയായിട്ടുണ്ട്. ഞാനിതിനെ ഒരു സെറ്റിന് എടുക്കാൻ പോവാം. ഇനി അടുത്ത സെറ്റും ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാം. ഒരു സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ഈ അളവിൽ ഏകദേശം ഒരു 15 ഓളം ചെമ്മീൻ അട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അടുത്ത സെറ്റ് ഇട്ടു. ഇനി ഇതും അതുപോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് സെർവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം.